എഡിറ്റേഴ്സ് ചോയ്സിന്റെ അവസാന പാദമാണ് ഇനി കഷ്ടിച്ച് 7 മിനിറ്റ് മാത്രം ബാക്കി. 2 മിനിറ്റ് വീതം ലാസ്റ്റ് വേർഡിനായി എല്ലാ അതിഥികളിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, 2 കാര്യങ്ങളാണ് ഉയർന്നത്. ഒന്ന്, ആരാണ് ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത്? 2, വിശ്വാസത്തെക്കുറിച്ച് പറയാൻ ഇടതുമുന്നണിക്ക്, CPM-ന്, ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് എന്താണ് അവകാശം? വിശ്വാസത്തെ ഹനിച്ചവർ, ആചാര ലംഘനത്തിന് കൂട്ടുനിന്നവർ ഇന്നും കോടതികളിലെ സത്യവാങ്മൂലങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നു. ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന നിലപാടുകൾ. 2 മിനിറ്റ്. തെറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശബരിമല വിഷയമാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. സുപ്രീം കോടതിയിൽ ആരാണ്? ഞാൻ പറയാം, സുപ്രീം കോടതി കേസ് കൊടുത്ത CPM ആണോ? നിങ്ങൾ പറയുന്നതിൽ ഒരു ഇത് ഇതിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത കോടതി. ഒറ്റ കാര്യം, ഞാൻ അങ്ങയുടെ സമയം എടുക്കുന്നില്ല, ഒരു ചോദ്യം കൂടി ഇതിന്റെ കൂടി ചേർക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 36 മണിക്കൂറിനകം വിശ്വാസികളല്ലാത്ത കുറച്ച് പേരെ പോലീസ് വേഷത്തിൽ പ്രച്ഛന്ന വേഷധാരികളായി പൊതിഞ്ഞെടുത്ത് സന്നിധാനത്ത് കൊണ്ട് സമർപ്പിച്ചിട്ട് തിരിച്ച് റിപ്പോർട്ട് തരണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഒരു ഭരണകൂടം, ഞാൻ പറ്റി ഏത് പാർട്ടി ഭരിക്കത്തോ, ഒരു ഭരണകൂടത്തിന് ഒരു സുപ്രീം കോടതിയിലെ ഓർഡർ അനുസരിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ഏത് ആളായിരുന്നാലും ശരി തന്നെ, ഇന്ത്യയിലെ ഏറ്റവും ഭരണഘടന അനുസരിച്ച് ഏറ്റവും വലിയ പവറായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. ആ വിധി മാനിക്കാമെന്ന് പറയുന്നത് കേരളം അന്ന് ഭരിച്ചു, അത് UDF ഭരിച്ചാലും അതേ അങ്ങനെ പറ്റുള്ളൂ. അവർ പറയോ സുപ്രീം കോടതി വിധി നമുക്ക് മാനിക്കാൻ പറ്റില്ല എന്ന്? ഞാൻ ഒരു വക്കീലാണ്, എനിക്ക് ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളായിരുന്നാലും ശരി തന്നെ. ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് സുപ്രീം കോടതിയുടെ വിധി വന്നു, അത് ഭരണഘടന. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഞാൻ പ്രദീപ് പിള്ള എടുത്ത് വെക്കുന്നത്, അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായ ശ്രീധരൻപിള്ള സാർ എന്താണ് പറഞ്ഞത്? ഇത് നമുക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്. നിങ്ങളെ കമ്മിറ്റിയിലല്ലേ പറഞ്ഞത്, പബ്ലിക് ഡൊമിനൈനിലുണ്ടല്ലോ, ഇത് നമുക്ക് മാക്സിമം മുതലാക്കണമെന്ന്. അപ്പം അതൊന്നും ശരിയല്ലേ? അപ്പോൾ അത് ശരിയായ നടപടിയല്ല, മറ്റേ ശരിയായ നടപടി എന്ന് പറയുന്നത് തെറ്റാണ്. സുപ്രീം കോടതി ഒരു വിധി വന്നു, അത് പിന്നെ ബോധ്യപ്പെട്ടു, സർക്കാരിന് ബോധ്യപ്പെട്ടു, അത് നടപ്പിലാക്കാൻ പറ്റൂല എന്ന്. അത് വീണ്ടും ഒരു അഫിഡേവിറ്റ് ആയിട്ട് കൊടുക്കണം. അത് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞ് നമ്മളാണോ കൊടുത്തത്? അപ്പോൾ തെറ്റിദ്ധരിക്കൽ, ജനങ്ങളുടെ ഭാഗത്ത് തെറ്റിദ്ധരിപ്പിക്കൽ ഒരു കാരണവശാലും അങ്ങനത്തെ രീതിയിൽ വരില്ല. ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ എല്ലായിടത്തും പറയാണ്, ഞാൻ ഒരു വിശ്വാസിയാണ്, ഞാൻ അന്ധവിശ്വാസിയല്ല, ഞാൻ ഒരു വിശ്വാസിയാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഞാൻ കാലത്തെ അമ്പലത്തിൽ പോകും, പക്ഷേ അവിടെ രാഷ്ട്രീയം വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയം വെളിയിൽ, ക്ഷേത്രത്തിൽ ഒരിക്കലും രാഷ്ട്രീയം വരില്ല. ഇത് മാത്രമേ എൻ്റെ ഒരു എളിയ സമയം കഴിയുന്നു. കാര്യം എനിക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം അതേക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ആർഗ്യുമെന്റ്സ്. നിഖിൽ, ഒരൊറ്റ മിനിറ്റ്, സമയമില്ല. നിഖിൽ, എനിക്ക് അബ്ദുള്ള സാറിലേക്കും കേൾ ഡൽഹിയിലേക്ക് പോകേണ്ടതുകൊണ്ട് എന്തെങ്കിലും അവിടെ രാഷ്ട്രീയം കലർത്താൻ നിങ്ങൾ ശ്രമിച്ചോ? ഒരേ ഒരു മിനിറ്റ്. അല്ല, എനിക്ക് അഡ്വക്കേറ്റ് സതീഷ് സാറിനോട് സഹതാപം തോന്നി. കാരണം അദ്ദേഹത്തിന് തന്നെ പൂർണ്ണമായ ബോധ്യമുണ്ട് അവിടെ സംഭവിച്ചത് തെറ്റാണ് എന്നുള്ളത്. ആ തെറ്റിനെ ന്യായീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം വലിയ പെടാപ്പാട് വിടുകയാണ്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് വേറെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോവുകയാണ്. ശബരിമല വിഷയം ഒന്നും എന്തായാലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിന്ദുമണിക്ക് ഒരു ആഗ്രഹമുണ്ട് അവിടെ ചെല്ലണമെന്ന്, നിങ്ങളുടെ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന്. ആ ഒരു ആഗ്രഹമൊക്കെ നിങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് നവോത്ഥാനമൊക്കെ നടത്തണ്ടേ. അപ്പം ഏതായാലും മുതലാക്കട്ടെ നമ്മൾ വരികയാണെങ്കിൽ, മുതലാക്കാട്ട് ഇവിടെ വിശ്വാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങയുടെ ആർഗ്യുമെന്റിനോട് ഞങ്ങൾ യോജിക്കുകയാണ്. വിശ്വാസികളാണ് ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. അവിശ്വാസികൾ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മുതലാക്കട്ടെ ഭരണസമിതി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ മത്സരത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരം കൊണ്ടുവന്നത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. അതിനു മുമ്പ് അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലായിരുന്നു. അവരെ താഴെ ഇറക്കുവാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയാണ് വളരെ തുച്ഛമായ വോട്ടുകൾക്കൊക്കെയാണ് പരാജയപ്പെടുത്തിയത്. മാത്രമല്ല 15 വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. 15 വർഷമായിട്ട് എവിടെയാണോ ആ യുവാക്കൾ പൂക്കളിടുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് പൂക്കളിട്ടത്. പല തരത്തിലുള്ള ആശയങ്ങളൊക്കെ ആദ്യം അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് പൂക്കളങ്ങൾ ഇടാറുള്ളതാണ്. അതിനെയാണ് തള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം അവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി പറയുകയാണ്, അടുത്ത വർഷം അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പൂക്കൾ യാതൊരു തർക്കം വേണ്ടാത്ത